സ്വാതന്ത്ര്യം എല്ലാവർക്കും അബ്സല്യൂട്ട് ഫ്രീഡം കൊടുത്താൽ ഇക്വാലിറ്റി വിൽ സഫർ. മുസ്ലിം ലീഗ് സ്വതവേ ഒരു മതേതര പാർട്ടിയാണ്. പക്ഷേ നിലവിൽ മുസ്ലിം ലീഗിനകത്ത് ജമായത്തെ ഇസ്ലാമി പോലുള്ള ഒരു മതരാഷ്ട്രവാദ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ്. എതിർക്കുക എന്നുള്ള വ്യാജേന മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ക്യാൻവാസ് ചെയ്യലാണ് അവരുടെ ലക്ഷ്യം. സ്ത്രീ പുരുഷ സമത്വമല്ല വേണ്ടത്, നീതിയാണ് വേണ്ടതെന്നാണ് വാദം. ഇപ്പോഴത്തെ ഈ ഇടതുപക്ഷം ശരിക്കും അവരല്ല ഇടതുപക്ഷം, ഞങ്ങളാണ് ഇടതുപക്ഷം, അവർ ഇടതുപക്ഷമല്ല. പൂർണ്ണ ജനാധിപത്യവും ഉദാരവൽക്കരണവും ഒക്കെ ജനങ്ങൾക്കും അടുക്കുമല്ലോ. ഇതിലൊരു ഐക്യമില്ലാതെ ആരാണ് നേതാവ്? മാർസിൻ്റെ ഏത് പുസ്തകത്തിലെ പൗരപ്രമുഖർ എന്നൊരു വർഗ്ഗമുള്ളത്? അവിടെ തൊഴിലാളികളെ വിളിച്ചു കൂട്ടുക, കൃഷിക്കാരെ വിളിച്ചു കൂട്ടുക, ഇനി ബുദ്ധിജീവികളെ വിളിച്ചു കൂട്ടുക. അത് അന്ത്യകൂദാശയാണ്. മാർസിസം ലെനിനിസത്തിൻ്റെ അന്ത്യകൂദാശയാണ്. ഒന്നാമത് ഈ സമസ്തയും മുസ്ലിം ലീഗുമായിട്ട് നിങ്ങൾ ഈ പുറത്തുനിന്ന് നോക്കി പ്രചരിപ്പിക്കുന്നത് പോലുള്ള യാതൊരു ഇഷ്യൂസും ഇല്ല. ജനം UDF ജയിപ്പിക്കാൻ തീരുമാനിച്ചു. ഇനി UDF ജയിക്കണം എന്ന് തീരുമാനിച്ചാൽ മതി. മുസ്ലിം ലീഗ് നേതാവും ചിന്തകനും പ്രഭാഷകനും ഒക്കെ ആയിട്ടുള്ള KNA ഖാദർ സാഹിബാണ് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം. ഈ മലബാറിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മൊത്തമായി ഈ ന്യൂനപക്ഷ രാഷ്ട്രീയം എക്കാലത്തും മതേതര ചേരിയിലാണ്. അതിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇടതുപക്ഷം പോലും ഒരു കാലത്ത്, അല്ലെങ്കിൽ എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ മതേതരത്വത്തെ ചോദ്യം ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിന് ഒരു വർഗീയ മുഖമുണ്ട് എന്നാണ് CPM ആരോപിക്കുന്നത്. ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും തരത്തിലൊരു വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്? ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് യാതൊരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ നിലപാട് മാറ്റാറുണ്ട്. ഇതിനു മുമ്പ് ഈ പിണറായി ഗവൺമെൻറ് വന്ന് അതിൻ്റെ രണ്ടാം ഊഴം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണയെ ആശ്രയിച്ച് വിജയിച്ച് കളയാമെന്നാണ് ആഗ്രഹിച്ചത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ആ സമയത്താണ് അവർ പാലസ്തീൻ ഇഷ്യൂ അതുപോലുള്ള പല വിഷയങ്ങളും പറഞ്ഞ് വഖഫിൻ്റെ പ്രശ്നം ഇതൊക്കെ എടുത്തിട്ടിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഞങ്ങൾ അനുകൂലമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കിയതാണ്. റിയലി അവർ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കോ മതവിശ്വാസികൾക്കോ ഒന്നും അനുകൂലമല്ല. പ്രതീതി, രാഷ്ട്രീയ പ്രതീതികൾ സൃഷ്ടിക്കലാണ് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ അന്ന് ഇങ്ങനെ വന്നു. പക്ഷേ നമുക്കത് അങ്ങനെ ഒരു പ്രതീതി മാത്രമാണെന്ന് തള്ളിക്കളയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എത്ര കണ്ട് യൂസ്ഫുള്ളാണോ അത്ര കണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അപ്പോൾ അവർ വളരെ വ്യാപകമായി മതന്യൂനപക്ഷങ്ങൾക്ക്, എസ്പെഷ്യലി ഫോർ മുസ്ലിംസ് വേണ്ടി വാദിക്കുന്നൊരു പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമുണ്ടായി. എന്തുകൊണ്ടോ പല കാരണങ്ങളാൽ അവർ വിജയിച്ചു വരികയും ചെയ്തു. മൂന്നാം ഊഴം വരുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ സാഹചര്യത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്, കേരളത്തിലെ സാഹചര്യങ്ങളും വല്ലാതെ മാറ്റം വന്നിട്ടുണ്ട്. ഹെയ്റ്റ് പ്രചരണം ധാരാളമായിട്ട്, വിദ്വേഷ പ്രചരണം കൂടിയിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ കോർണർ ചെയ്യാനും ഐസൊലേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ മുമ്പത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് നിന്നു കൊടുത്താൽ ഈ തവണ മൂന്നാം ഊഴം നേടാം എന്ന വിശ്വാസത്താലാണ് അവർ ഈ പ്രചാരം ഉണ്ടാക്കിയിട്ടുള്ളത്. CPMൻ്റെ പ്രചരണത്തിൽ ന്യൂനപക്ഷങ്ങൾ വീണുപോയിട്ടുണ്ട് ഇടക്കാലത്ത് എന്ന് പറഞ്ഞുകൂടാ. CPMൻ്റെ പ്രചരണത്തിൽ ന്യൂനപക്ഷങ്ങൾ വീഴുകയല്ല ചെയ്തത്. ന്യൂനപക്ഷങ്ങൾ ശക്തമായി CPMന് എതിരായ നിലപാട് സ്വീകരിക്കുകയാണ്. ആർക്കെങ്കിലും അവരോട് അനുഭാവം ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി അവർ നഷ്ടപ്പെടുത്തി. അത് ലീഗിൽ രാഷ്ട്രീയമായിട്ടുള്ളതല്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരാൾക്ക് കുറച്ചൊക്കെ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് വല്ല ഒരു അനുഭാവവും CPMനോടുണ്ടായിരുന്നെങ്കിൽ അതുകൂടി പോയി കിട്ടി എന്നുള്ളതാണ് ഈ പ്രചരണത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളത്. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ തന്നെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ CPMനൊപ്പം നിന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ രണ്ടാം ഊഴം കിട്ടിയത്. ഇല്ല, ന്യൂനപക്ഷ വിഭാഗം അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം CPMൻ്റെ കൂടെ നിന്നു എന്ന് പറയാൻ പറ്റില്ല. ന്യൂനപക്ഷ വിഭാഗത്തിൽ ആണെങ്കിലും ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നവരും അല്ലാത്തവരുമായ, ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ടോട്ടലി മുസ്ലിം ലീഗ് അല്ലല്ലോ. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പല വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ട്, കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, കുറച്ച് പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ നിഷ്പക്ഷമതികളായ ആളുകളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ അവർക്ക് സഹായം കിട്ടിക്കാണണം. അവർ നോർമലി മുസ്ലിം ലീഗിന് കിട്ടേണ്ട വോട്ടുകളൊക്കെ കിട്ടിയെന്ന് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് വലിയ ഉദാഹരണമാണ്. വർദ്ധിക്കുകയാണ് പല മണ്ഡലങ്ങളിലും ചെയ്ത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് CPMന് കിട്ടിയിട്ടില്ല. അതിനുശേഷമാണ് അവരുടെ നിലപാട് മാറ്റം ഉണ്ടായത്. ആ നിലപാട് മാറ്റത്തിന് അവർ പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് സ്വതവേ ഒരു മതേതര പാർട്ടിയാണ്. പക്ഷേ നിലവിൽ മുസ്ലിം ലീഗിനകത്ത് ജമായത്തെ ഇസ്ലാമി പോലുള്ള ഒരു മതരാഷ്ട്രവാദ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ്. അത് അബ്സല്യൂട്ട്ലി റോങ് ആണ്.
അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതസംഘടനയുടെ സ്വാധീനത്താൽ നയിക്കപ്പെടുവാൻ മാത്രം വിവരമില്ലാത്തവരല്ല മുസ്ലിം ലീഗുകാരെന്ന് അവർക്കറിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയില്ലെന്ന് നടിക്കുകയാണ്. അവർ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു പ്രധാന ശത്രുവായിട്ട് അവതരിപ്പിച്ച് ഇപ്പം തന്നെ അടുത്ത ദിവസം ഗോവിന്ദമാഷോ എളമരം കരീമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഒരു മുഖ്യ ശത്രുപക്ഷത്തല്ല, ഒന്ന് സോഫ്റ്റൻ ചെയ്ത, കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട്. അപ്പോൾ അങ്ങനെ ഒസിലേറ്റിംഗ് ആൻഡ് വാസിലേറ്റിംഗ് ആണ് അവരുടെ നിലപാട് എപ്പോഴും. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് അവരൊരു പേരിടാൻ കാരണം എന്താ വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയെ ഐസൊലേറ്റ് ചെയ്ത് ആക്രമിച്ചാൽ അത് അവരുടെ പർപ്പസ് സെർവ് ചെയ്യാൻ അത് മതിയാവും എന്നുള്ളതുകൊണ്ടാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒറ്റയടിക്ക് ഒന്നിച്ച് ആക്ഷേപിക്കാൻ മാത്രമുള്ള ശക്തിയും ഒന്നും അവർക്കില്ല. അതുകൊണ്ട് അവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് അവർ മീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമി അല്ല, ടോട്ടൽ മുസൽമാനാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ വോട്ടും ഒന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ കേരള സംസ്ഥാനത്ത് അവർക്ക് എന്താണ്, അവർ മെമ്പർഷിപ്പൊക്കെ വളരെ ചെറുതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സബ്ജക്റ്റ് ടു കറക്ഷൻ. പിന്നെ അവർ എന്തെങ്കിലും ഇപ്പോൾ CPM ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഭീകരതകളും പരിശോധിച്ച് നോക്കുമ്പോൾ വേറെ ഒരു സംഘടനയും, നോട്ട് ഓൺലി ജമാഅത്ത് ഇസ്ലാമി, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു സംഘടനകളും ഒരു മതസംഘടനകളും അത്ര കണ്ട ആക്രമണങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടില്ല. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുക എന്നുള്ള വ്യാജേന മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഐസൊലേറ്റ് ചെയ്തിട്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ക്യാൻവാസ് ചെയ്യലാണ് അവരുടെ ലക്ഷ്യം. ഒരു കാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി CPM-നൊപ്പമായിരുന്നു. പ്രത്യേകിച്ച് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷമൊക്കെ ലീഗ് നിലപാടിനോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയും അവർ CPM-നൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് UDF-നോടും ലീഗിനോടും ഒക്കെ അനുഭാവപൂർണ്ണമായ സമീപനമുണ്ട്. അതുകൊണ്ട് ലീഗിനെ എതിർക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു എന്നുള്ളതായിരിക്കും ഇവിടെ CPM. അതൊന്നുമല്ല, അവർ കാൽക്കുലേറ്റഡ്. അവരുടെ ഇഷ്യൂ ജമാഅത്ത് ഇസ്ലാമി അല്ല. അവരുടെ ഇഷ്യൂ വീണ്ടും തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് ലാസ്റ്റ് ചാൻസ്. ഈ ബസ് പോയാൽ ഇനി ഒരു ബസ് കയറാനില്ല. അതുകൊണ്ട് ഈ ലാസ്റ്റ് ബസ്സിന് എങ്ങനെയെങ്കിലും ഫുട്ബോളിലെങ്കിലും നിന്ന് കയറുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി അതിനൊരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമി ഒരു ലീഗിലേക്ക് നുഴഞ്ഞു കയറുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടിൽ ലീഗ് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട്? മുസ്ലിം ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിയോടും പിന്നാക്ക ജനവിഭാഗങ്ങളോടും ദളിതരോടും ഒക്കെ ഒരേ ആറ്റിറ്റ്യൂഡാണ് മുമ്പ് എടുക്കുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആസ് എൻ ഓർഗനൈസേഷനായിട്ട് ഞങ്ങൾക്ക് അതിനൊരു കണക്ഷനോ ഐഡിയോളജിയോട് ചേർന്ന് പോകാനുള്ളൊരു ഉദ്ദേശമോ ഒന്നുമില്ല. നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയിലും മുസ്ലിങ്ങളുണ്ടല്ലോ, ടോട്ടൽ മുസൽമാന്മാരുടെ ഇത് പോളിറ്റിക്സ് ആൻഡ് റിലിജ്യൻ ഹാസ് ടു ബി അങ്ങനെ ഉണ്ടല്ലോ, വേർതിരിച്ച് നമ്മൾ കാണണം. മുസ്ലിം കമ്മ്യൂണിറ്റി വ്യാപകമായി പല സംഘടനകളിലാണ്, ഹിന്ദു കമ്മ്യൂണിറ്റി വ്യാപകമായി പല സംഘടനകളിലാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനൊക്കെ ഒന്ന് ഓരോ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ചേർത്ത് നിർത്തേണ്ടത് ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ ഒരാവശ്യമാണ്. അതല്ലാണ്ട് മുസ്ലിം ലീഗ് എന്തെങ്കിലും ഒരു ഐഡിയോളജിക്കൽ ചേഞ്ചോ നിലപാടിലൊരു മാറ്റമൊന്നും വരുത്തിയില്ല. മുസ്ലിം ലീഗ് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വത്വ രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന പാർട്ടിയാണ്, സെക്കുലറാണ്. അതേസമയം എല്ലാ സെക്കുലർ പാർട്ടികളുമായിട്ട് ചേർന്നിട്ടുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ പല സെക്കുലർ കക്ഷികളുമായി പല കാലഘട്ടങ്ങളിൽ ചേർന്നിട്ടുള്ളതാണ്. എന്തായാലും ഉദ്ദേശം എന്തായിരുന്നു? മതന്യൂനപക്ഷങ്ങളുടെ ഒരു അഭിമാനകരമായ ജീവിതം, ഇതര സമുദായങ്ങളോടുള്ള നല്ല ബന്ധം, ദളിതരെയും പിന്നോക്കക്കാരെയും ഒക്കെ നമ്മളെ കൂടെ നിർത്തുക, അങ്ങനെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ഒരു സെക്കുലർ പൊളിറ്റിക്സാണ് ലീഗിനുള്ളത്. അതിനപ്പുറത്തേക്ക് ആ സെക്കുലർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മൈനോറിറ്റി പൊളിറ്റിക്സ് മതേതര ചേരിയിൽ നിന്നിരുന്നത്. ആ മതേതര ചേരിയിൽ നിന്ന് ന്യൂനപക്ഷത്തെ അടർത്തിയെടുക്കാൻ ശ്രമിച്ചിരുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ. അവരോടാണ് ഇപ്പോൾ ലീഗ് കൂട്ടുകൂടുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു ശക്തി, അതിൻ്റെ ശേഷി, അതിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ ഒരു പാരമ്പര്യം, അതിന് ജനങ്ങളിലുള്ള സ്വാധീനം, അങ്ങനെയുള്ളൊരു വലിയ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ പാർട്ടിയാണ്. അങ്ങനെയുള്ള ശക്തമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, നല്ലൊരു ബേസുള്ള പാർട്ടി, എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കാര്യമായ വിജയം കൈവരിക്കുന്ന പാർട്ടി, 1-2 സീറ്റുകളുടെ ഡിഫറൻസ് അല്ലാതെ വലിയ വ്യതിയാനങ്ങളൊന്നും സംഭവിക്കാതെ അങ്ങനെയുള്ളൊരു പാർട്ടിയെ ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ അങ്ങോട്ട് അടർത്തിയെടുക്കാനും മാറ്റിക്കൊണ്ടുപോകാനൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് സൗഹൃദമുണ്ടല്ലോ അവരുമായി. ഇപ്പം അടുത്ത കാലത്തായി രൂപപ്പെട്ടു വന്നിരുന്ന ഒരു സൗഹൃദം ഈ ജമാഅത്തെ ഇസ്ലാമി
അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചിന്താ പദ്ധതികളോടുള്ള ഒരു അടുപ്പം ലീഗിനുണ്ടോ? ഒരിക്കലില്ല. അത് ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ സംഘടനയല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഓരോ മതസംഘടനകളുടെ മാതിരി ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. അത് ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഹിന്ദുയിസത്തിലുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഐഡിയോളജിക്കലായിട്ട് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ കൊടക്ക് കീഴിൽ ആ പരിരക്ഷണം ആഗ്രഹിക്കുന്ന എല്ലാ പിന്നാക്കക്കാരും അടിച്ചമർത്തപ്പെട്ടവരും ഒപ്രസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസിനെ മുഴുവൻ ഒരുമിച്ച് നിർത്തലാണ് ഞങ്ങളെ ലക്ഷ്യം. അല്ലാണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് മാത്രമായിട്ടൊരു പ്രത്യേക സമീപനമല്ല. ഇപ്പോൾ ദാറ്റ് യു ക്യാൻ സി ഇന്ത്യയുടെ ഒരു പുതിയ സാഹചര്യം വന്നപ്പോൾ 28 പാർട്ടികളെ കൂട്ടാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി കഴിഞ്ഞില്ലേ. ഒരിക്കലും കൂടാത്തവർ, പരസ്പരം കലഹിച്ചിരുന്നവർ ഇല്ലേ, ഇപ്പോഴും കലഹം നിലനിൽക്കെ തന്നെ ഈ CPM ഉൾപ്പെടെ 28 പാർട്ടികളെ ചില സ്ഥലങ്ങളിലെങ്കിലും ഒരുമിപ്പിച്ച് നിർത്താൻ സാധിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ടല്ലേ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോട് കൂടിയല്ലേ CPM മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സഹായത്തോടു കൂടിയല്ലേ അവർക്ക് കിട്ടിയ 4 സീറ്റിൽ 3 സീറ്റും ഇന്ത്യ മുന്നണിയുടെ പിന്തുണയോട്, ഒരു സീറ്റ് മാത്രമല്ലേ അല്ല എന്ന് കരുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാനും മുസ്ലിം സമുദായ സംഘടനകൾ അവരുടെ ആദർശപരമായിട്ടുള്ള ഭിന്നതകൾ മറന്ന് ഒരു കുടക്കീഴിൽ വരാനും അതിനെ നിയന്ത്രിക്കാൻ ലീഗിനും സാധിച്ചു. പക്ഷെ മൂന്നാമത് നരേന്ദ്രമോദി വന്നപ്പോഴേക്കും ഈ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഈ പറയുന്ന കോർഡിനേഷൻ നഷ്ടപ്പെടുകയും അവരവരുടെ സ്വത്വഭാഗത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ട്. ഈ കോർഡിനേഷൻ ഉണ്ടായിട്ടുള്ള കാലങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ള കാലങ്ങളും ചരിത്രത്തിൽ ധാരാളമുണ്ട്. അതെങ്ങനെ കൂടിയും കുറഞ്ഞും വ്യത്യാസപ്പെട്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. പോളിറ്റിക്സ് അങ്ങനെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ട വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒന്നല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുക സ്വാഭാവികമാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ ദിവസവും ഈ ഗവൺമെൻറ് 2014 മുതൽ 10 വർഷക്കാലം 24 വരെയുള്ള 10 വർഷക്കാലം തുടർച്ചയായിട്ട് മൈനോറിറ്റിയെയും ബാക്ക്വേർഡ് ക്ലാസ്സസിനെയും ദളിതരെയും ഒക്കെ ഒപ്രസ് ചെയ്യുന്ന എണ്ണത്തിൽ കൂടിയിട്ടുണ്ട്, അതിൻ്റെ വണ്ണത്തിൽ കൂടിയിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് എന്താണ് മാർഗം എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. മുസ്ലിം ലീഗ് അതിനെക്കുറിച്ച് ചിന്തിക്കും, കോൺഗ്രസ് ചിന്തിക്കും. അപ്പോൾ ഈ ഏകാധിപത്യവും ഈ ജനാധിപത്യ വിരുദ്ധതയും ഈ വർഗീയതയും വംശീയതയും ഇല്ലാത്ത ഒരു നെഹ്റുവിൻ്റെ ഇന്ത്യ, ഗാന്ധിജിയുടെ ഇന്ത്യ, അതെങ്ങനെ നമുക്ക് വീണ്ടും ആവിഷ്കരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചിന്ത പലർക്കും ഉണ്ടാവും. അതൊരു ഭയമായിരുന്നല്ലോ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മുസ്ലിം കമ്മ്യൂണിറ്റികൾക്ക് പുറത്തു പോകേണ്ടി വരും, പാകിസ്ഥാനിൽ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ പ്രചരണം വന്നപ്പോൾ ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ചേരുകയും ഇപ്പോൾ ആ ഭയം നഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും പഴയ പോലെ തന്നെ ഭിന്നിപ്പിൻ്റെ സ്വരങ്ങൾ ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതാണ്. അതല്ല, അതായത് ഈ പാകിസ്ഥാനായിട്ട് എന്താണ് ഈ പറയുന്നതിനോട് ഞങ്ങൾക്ക് പിന്നെ അല്ല, അതൊരു ഭയം ഉണ്ടാക്കാൻ വേണ്ടി അന്ന് പ്രചരിപ്പിക്കപ്പെട്ട അല്ലല്ല. ഈ ഭയം പൊതുവെ ഇന്ത്യൻ ജനതയിൽ ഒരു ഭയം വ്യാപകമായിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്, എന്ത് സംഭവിക്കുന്നുള്ളത്. പിന്നെ ഈ മുസ്ലിം ഇഷ്യൂ മാത്രമായിട്ട് ഇതിനെ കാണുന്നതിൽ ഒരർത്ഥമില്ല. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പ്രധാനമായിട്ടും ഒരു മുസ്ലിം ഇഷ്യൂലാണ്. ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ദർ. അതേസമയം ഒരു മുസ്ലിം ഇഷ്യൂ ആണ് അവരെ കൊണ്ട് ആകെ ഉണ്ടാകാൻ പോകുന്നതെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. അതവർക്ക് സഹായകരമാണ്. മുസ്ലിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവുള്ളൂ, വേറെ ഇന്ത്യക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊരു തോന്നലയിൽ നിന്ന് വരും. ദ ഹോൾ ഇന്ത്യ ഈ സഫറിങ് ഇവരുടെ ഭരണത്തിൽ നിൽക്കും. മുസ്ലിങ്ങളും അതിൽ പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആ മുസ്ലിം ന്യൂനപക്ഷം പ്രത്യേകമായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് ഇപ്പോഴും മതേതര ജനാധിപത്യ കക്ഷികളാണ് മുമ്പിൽ നിൽക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നേരിട്ട് ഡയറക്റ്റായിട്ട് മൈനോറിറ്റീസും കമ്മ്യൂണിറ്റീസും അവരുടെ ഏറ്റുമുട്ടല്ല വേണ്ടത്. മുസ്ലിം ഇഷ്യൂ മാത്രമായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. നേരത്തെ ഒരു പൊതുശത്രുവായി BJPയെ കണക്കാക്കുകയും ആ BJPയെ പരാജയപ്പെടുത്താൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുള്ള വിഭിന്നമായ ഗ്രൂപ്പുകൾ ഒന്നുചേർന്ന് ഒരു കോർഡിനേഷനിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴാണെങ്കിൽ സമസ്തയും EK വിഭാഗവും AP വിഭാഗവും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ബിദഈ പ്രസ്ഥാനങ്ങളെന്ന് പറഞ്ഞ് മുജാഹിദുകൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആദർശവാദം ഉയർത്തി കാണിക്കുകയും ഈ ഭിന്നിപ്പിൻ്റെ സ്വരമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നരേന്ദ്രമോദി വരും എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നൊരു ഐക്യം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയോ സമുദായത്തിനിടയിൽ എന്നുള്ളതാണ്. ഇല്ല, സമുദായത്തിനിടയിൽ അങ്ങനെ ഐക്യം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച മാതിരി ഒരു കുറച്ചൊരു ലെഷർലി ആയോ എന്ന് തോന്നിക്കാണണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കുറേ സീറ്റ് കിട്ടി, ഇന്ത്യ മുന്നണി തർക്കടില്ല, ഇവരെ ഒരു പിടി പിടിച്ചാൽ ചിലപ്പോൾ അട്ടിമറിക്കാൻ സാധിക്കുന്നൊരു തോന്നലുണ്ടായത് കൊണ്ട് കുറച്ചൊരു ലെഷർ ടൈം ഉണ്ടല്ലോ, ഒരു ഇൻ്റർവെല്ലാണ്.
അത് കഴിഞ്ഞ് അടുത്ത ബെല്ലടിച്ച ക്ലാസ് തുടങ്ങും ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ഇൻ്റർവെല്ലിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഞാനത് അഡ്മിറ്റ് ചെയ്യാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് ഇതൊരു മുസ്ലിം ഇഷ്യൂ അല്ല എന്നുള്ളതാണ് ഞാൻ അതിലെ കേന്ദ്രീകരിക്കുന്നത്. ഒരു മുസ്ലിം കോർഡിനേഷൻ്റെ കൊക്കിലൊതുങ്ങുന്നൊരു വിഷയമല്ല ഇന്ത്യ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഫാസിസ്റ്റുകളെ ഹിറ്റ്ലർ ജർമ്മനി ഭരിച്ചു, അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നമല്ല, ആർക്കെങ്കിലും നേരിടാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല അത്. അപ്പോൾ ഇതിലിപ്പോൾ അൺഡെമോക്രാറ്റിക്കാണ്, അതെല്ലാവരും ബാധിക്കും. ഇത് ഒരു കോർപ്പറേറ്റുകളുടെ ഗവൺമെൻറ്റാണ്, അത് എല്ലാ സാധാരണക്കാരും ബാധിക്കും. ഈ ഗവൺമെൻറ് പാർലമെൻറ്റിനെ വകവെക്കാത്ത ഗവൺമെൻറ്റാണ്, അത് എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കും. ഇതൊന്നും മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു ഇഷ്യൂ അല്ല. മാത്രമല്ല, ഈ ഇഷ്യൂസിനെ ഏറ്റെടുത്തിട്ട് അതിനെതിരായി ശക്തമായി പൊരുതുന്ന എത്ര ഒന്നാം തരം പാർലമെൻറ്റേറിയൻസിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായിട്ട് BJPയെയും അവരുടെ ഗവൺമെൻറ്റിനെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും എതിർക്കുന്ന ഒന്നാം തരം അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർ, മതം നോക്കുകയാണെങ്കിൽ അന്യ പാർട്ടിക്കാരും അന്യ മതസ്ഥരുമായിട്ടുള്ള ആളുകൾ മുസ്ലിം ലീഗ് മെമ്പർമാരോട് കൂടെ തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ പലപ്പോഴും അതിനേക്കാൾ ശക്തമായി തന്നെ വാദിക്കുന്നവർ കാണുന്നില്ല. എന്തിനാണ് ഇപ്പോൾ വൈ സഞ്ജീവ് ഭട്ട് ഈസ് ഇൻ പുട്ട് ഇൻ ജയിൽ? സഞ്ജീവ് ഭട്ട് എന്തിനാണ് ജയിലിൽ കിടക്കുന്നത്? അതുപോലെ കുറേ പേര് ജയിലിലായി പോയില്ലേ? കുറേ ഹിന്ദുക്കൾ വെടിയേറ്റ് മരിച്ചില്ലേ? ഗൗരി ലങ്കേഷ് വെടിയേറ്റ് മരിച്ചില്ലേ? ദാബോൽക്കർ, ഗോവിന്ദ പൻസാരെ, MM കൽബുർഗി, ഇങ്ങനെ എത്ര ആൾക്കാർ മരിച്ചു. അപ്പോൾ ഈ പൗരത്വ പ്രശ്നം വന്നപ്പോൾ ഏത് വിഷയം വരുമ്പോഴും അത് ഏറ്റെടുക്കുന്നതിൽ നല്ലൊരു ശതമാനം അന്യ ആൾക്കാരുണ്ട്, അന്യ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷേ അവർ അന്യ സമുദായമല്ല നോക്കരുത്, അവർ ദേ ആർ ഓൺ ദ സൈഡ് ഓഫ് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. അങ്ങനെ നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും പ്രശ്നം ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെ പരിഹരിക്കേണ്ടത് പൊളിറ്റിക്കലായിട്ടാണ്, അതിനൊരു കമ്മ്യൂണലായിട്ട് പരിഹരിക്കാൻ സാധ്യമല്ല. ഞാൻ BJP രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. ഈ മൈനോറിറ്റി പൊളിറ്റിക്സിനകത്ത് കേരളത്തിനകത്ത് മുസ്ലിം ലീഗ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ലീഗ് ആഗ്രഹിക്കുന്നത് ഈ വ്യത്യസ്തമായ ധാരകളെ മുഴുവൻ ഒന്നിച്ചു കൊണ്ടുപോകാൻ, അത് സമസ്തയാണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനമാണെങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിക്കകത്തുള്ള മുസ്ലിങ്ങളെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗും മറുപക്ഷത്ത് സ്വത്വവാദം ഉയർത്തുന്ന സമുദായ സംഘടനകളും ഉണ്ടാകുമ്പോൾ ലീഗിൻ്റെ ആഗ്രഹങ്ങൾക്കാണല്ലോ അവിടെ മങ്ങലേൽക്കുന്നത്, ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ആഗ്രഹങ്ങൾ. ഇല്ല, അതില്ല. ലീഗിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഏത് കാലത്തും സഫലീകരിക്കപ്പെട്ടോളണമെന്നില്ല. ലീഗിൻ്റെ അല്ല, ഒരു പാർട്ടിയുടെയും ഓരോ ആഗ്രഹങ്ങളും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെട്ടോ. ഇപ്പോൾ ഒരാഴ്ച കൊണ്ടല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗുണമായിട്ടും ദോഷമായിട്ടും മാറിയത്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ പിന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞത് സോഷ്യലിസം വരുന്ന അത് അന്ത്യകൂതാശയാണ്. മാർക്സിസം ലെനിനിസത്തിൻ്റെ അന്ത്യകൂതാശയാണ്, കൂതാശയായിട്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ടുള്ളത്. അത് മുഴുവൻ കോർപ്പറേറ്റിൻ്റെ കയ്യിലാണ് ആയുധം, അതിൻ്റെ പ്രൊഡക്ഷൻ മുഴുവൻ അവരാണ്. നോളജ് എക്കോണമി അവരുടെ കയ്യിലാണ്, നോളജ് പ്രോഡക്ട്സ് അവരുടെ കയ്യിലാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെറിയൊരു വകതിരിവ് പാർട്ടി കോൺഗ്രസിൻ്റെ റെസൊല്യൂഷനൊക്കെ വന്നപ്പോൾ ഉണ്ടായിട്ട് പുള്ളി പറഞ്ഞത് വേറെ, അത് കുറച്ച് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള നിലയിലാണ്. ഒന്നാമത് അതിന് മാർക്സിസത്തിനെയും മാർക്സിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്സ് ആ കാലഘട്ടത്തിൻ്റെ ആളാണ്, അദ്ദേഹത്തിന് അത്രേ സാധിക്കുള്ളൂ. അന്ന് ബ്രിട്ടനിലെ തൊഴിലാളി വർഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാണ് മാർക്സിൻ ലെനിനിസം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, ചരിത്രപരമായ ഭൗതികവാദം, മാർക്സിയൻ സാമ്പത്തിക ശാസ്ത്രം, വർഗസമരങ്ങളുടെ ചരിത്രവും, പിന്നെ ഈ ഗവൺമെൻറ് തൊഴിലാളി വർഗത്തിൻ്റെ ഗവൺമെൻറ് സ്ഥാപിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്. ദാറ്റ് സിറ്റുവേഷൻ ഹാസ് ബീൻ ചേഞ്ച്ഡ്. ലീഗിൻ്റെയും എല്ലാ ആഗ്രഹങ്ങളും അപ്പോൾ അല്ല, എല്ലാ ആഗ്രഹങ്ങളും എല്ലാവരുടെയും നിങ്ങളെ നടക്കുമോ? എല്ലാ ആഗ്രഹങ്ങളും ഇല്ലല്ലോ. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുമോ? ഇല്ലല്ലോ. അതിൽ വന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇത് ഓരോ കാലഘട്ടത്തിലെ പ്രത്യേകത. ഞങ്ങളെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയതുകൊണ്ട് വികസനം പ്രവർത്തനങ്ങൾ അതിലൊക്കെയാണല്ലോ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിന് ഞങ്ങൾക്ക് ജയിച്ച അധികാരത്തിൽ വരേണ്ടതൊരാവശ്യമാണല്ലോ. അതിന് പരമാവധി വോട്ട് സമാഹരിക്കണം. മുസ്ലിം ലീഗിൻ്റെ വോട്ടിനെ യാതൊരു വിധത്തിലും ബാധിക്കത്തക്ക ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സമസ്തയാണ് ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്തുണയ്ക്കുന്ന മുസ്ലിം പരമ്പരാഗത മുസ്ലിം സംഘടന. ആ സമസ്തയ്ക്കുള്ളിൽ പോലും ലീഗിനെ പിന്തുണയ്ക്കണോ ലീഗിനെ പിന്തുണയ്ക്കണ്ടേ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഈ തർക്കമൊക്കെ ലീഗിനെ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ബാധിക്കുന്ന വിഷയമായിട്ട് മാറില്ലേ? ഒരിക്കലുമില്ല. ഒന്നാമത് ഈ സമസ്തയും മുസ്ലിം ലീഗുമായിട്ട് നിങ്ങൾ ഈ പുറത്തുനിന്ന് നോക്കി പ്രചരിപ്പിക്കുന്നത് പോലുള്ള യാതൊരു ഇഷ്യൂസും ഇല്ല. സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു പേരാണ്, പക്ഷെ അതിനകത്ത് മനുഷ്യരാണ്. ആ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ഏത് കാലത്തും
മുസ്ലിം ലീഗിന് സപ്പോർട്ട് ചെയ്യുന്നവരും വോട്ട് ചെയ്യുന്നവരാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെല്ലാം അതുപോലെ തന്നെ വരും, യാതൊരു പ്രശ്നങ്ങളുമില്ല, അവരായിട്ട് പ്രത്യേകിച്ച് വഴക്കൊന്നുമില്ല. പിന്നെ ഒന്നും സംസാരിക്കാൻ പാടില്ല, പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ ദൃശ്യമാധ്യമങ്ങളുടെയും മാധ്യമരംഗത്തുണ്ടായ വികാസത്തിൻ്റെയും ടെക്നോളജിക്കലായിട്ടുള്ള അപ്ഗ്രഡേഷൻ്റെയും ഫലമായിട്ട് എല്ലാ ഇഷ്യൂസും മൈനർ ഇഷ്യൂസും ഒരു വലിയതായിട്ട് തോന്നുകയാണ്. ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മളൊരു ഇതിനെ ബാക്ടീരിയയെ കാണുന്ന മാതിരിയാണ് ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ ഒരു മൈക്രോസ്കോപ്പായിട്ട് മീഡിയാസ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ എന്തെല്ലാം നടന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ജനങ്ങൾ അതാത് സമയത്ത് കാണിക്കാൻ പറ്റുമോ? ഇപ്പോൾ വിഷയങ്ങൾ ഉണ്ടാക്കി തല്ലിപ്പഴുപ്പിച്ച് അത് പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തോന്നുന്നതാണ് ഇതൊക്കെ എക്സാജറേറ്റഡ് വേർഷനാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. അധികാരത്തിലേക്ക് തിരിച്ചെത്താമെന്ന് ലീഗും UDF ഒക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ LDFൻ്റെ ഭരണം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു, വികസന വിരുദ്ധത എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ UDFനകത്തുനിന്ന് തന്നെ ഒരു തർക്കം വന്നിരിക്കുകയാണ്. ഇപ്പോൾ LDFൻ്റെ ഭരണം കൊള്ളാം എന്ന് UDFിൽ തന്നെ നേതാക്കന്മാർ പറയുന്നു. അതിൽ ഒരു എതിർപ്പ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു തുടർഭരണത്തിൻ്റെ സാധ്യതയിലേക്ക് LDF പോവുകയും തിരിച്ചെത്താമെന്ന സാധ്യത UDFിൽ നിന്ന് മങ്ങുകയും ചെയ്യുന്നുണ്ട്. അതെ, അങ്ങനെ യാതൊരു UDFിൽ നിന്ന് LDF കൊള്ളാം എന്ന ഒരു എന്താ അഭിപ്രായം ഉയർന്നു വന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് പൂർണ്ണമായ വിയോജിപ്പാണ്. ഇപ്പോൾ ഒരു വിധത്തിലെങ്കിലും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കണം എന്നാഗ്രഹിച്ചിരുന്ന കക്ഷികൾക്ക് പോലും ഈ ഗവൺമെൻറ് മാറണമെന്ന അഭിപ്രായം വളരെ വ്യാപകമാണ് കേരളത്തിലുള്ളത്, വളരെ വ്യാപകമാണ്. അവർ പഴുതടക്കാൻ നടത്തുന്ന ഒരു ശ്രമം കൊണ്ടും തടഞ്ഞു നിർത്താനാവാത്ത വിധം ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ഒരുപാട് മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യണം. മിസ്റ്റേക്സായിട്ട് ഞാൻ കാണുന്നത് ഇപ്പോൾ ഈ അടുത്ത ദിവസം പറഞ്ഞു, ഈ ഗവൺമെൻറ് അധ്യാപകന്മാരുടെ കുഞ്ഞുങ്ങളെ പ്രൈവറ്റ് സ്കൂളിൽ ചേർത്ത അവരുടെ പട്ടിക തയ്യാറാക്കും. എന്തിനാണ് പട്ടിക? ദേ ആർ ഫ്രീ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഏത് സ്കൂളിലും ചേർക്കാനുള്ള അധികാരം, സ്വാതന്ത്ര്യം ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചർ ആയതുകൊണ്ട് സിറ്റിസൺ അല്ലാണ്ടാവണില്ല. ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചർക്ക് അവരുടെ മക്കളെ അമേരിക്കയിൽ കൊണ്ട് ചേർക്കുക, അപ്പം തന്നെ പഠിക്കുന്നവരുണ്ട്. അതൊക്കെ തടയാൻ പറ്റുമോ? അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകന്മാർ പ്രൈവറ്റ് സ്കൂളിൽ മക്കളെ ചേർത്താൽ അവരുടെ പട്ടിക തയ്യാറാക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് ഒന്നും ചെയ്യാൻ പ്രൊവിഷനില്ല. പട്ടിക അവിടെ വെച്ചോണ്ടിരിക്കുകയെന്ന് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇത്ര നല്ല ഹോസ്പിറ്റൽസ് ഉണ്ടായിട്ട് അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നവർ നടപടി എടുക്കണ്ടേ? ഇത്ര നല്ല ആശുപത്രികൾ ഉൾപ്പെടെയുണ്ടല്ലോ. അത് ആരോ പോയവരൊക്കെ ഞാൻ പറയണ്ട. യു ആർ റൈറ്റ്. അപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ അയാൾ 5-6 പ്രാവശ്യം പോയിക്കോട്ടെ, അദ്ദേഹത്തിന് സൂക്കിട മാറട്ടെ, പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അയാൾ ഇവിടെ കിടന്ന് തിരിയേണ്ട കാര്യമില്ല, അയാൾ നല്ല ചികിത്സ വാങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ ഒരു ചെറിയ കാര്യത്തിൽ സങ്കുചിതമായി ഇടപെടുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന്. മാത്രമല്ല ഇവിടെ എല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതൊരു മിഥ്യയാണ്. ഇവിടെ എല്ലാം ഇല്ല, ഒരു രാജ്യത്തും എല്ലാം ഇല്ല, അമേരിക്കയിലും എല്ലാം ഇല്ല. എല്ലാം പരസ്പര ബന്ധിതമാണ്, പരസ്പര പൂരകമാണ്, പരസ്പരം സഹായിച്ചേ പറ്റുള്ളൂ, അല്ലേ? ഈ വ്യവസായത്തിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം നിൽക്കുന്നത്. വ്യവസായ സൗഹൃദമായി എന്ന് ശശി തരൂർ പറയുന്നു, ആയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവും വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ലീഗും പറയുന്നു. വ്യവസായ വകുപ്പ് മുസ്ലിം ലീഗ് നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ കൈകാര്യം ചെയ്തിരുന്ന കാലത്താണ് ഈ അക്ഷയയും അതുപോലെ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ ധാരാളം പുതിയ വ്യവസായം, വലിയ പുകക്കുഴലുകളും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും, ഞാൻ പരിസ്ഥിതിയുടെ ഒരാളാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്ന പഴഞ്ചൻ വ്യവസായശാലകളൊക്കെ അടച്ചു പൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ആരും പൂട്ടിച്ചതല്ല. BD കമ്പനി ഇപ്പോൾ ഇല്ലല്ലോ, അവരല്ലേ ദിനേശ് പല ഓഡിറ്റോറിയങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ BD ഇപ്പോൾ നിലനിർത്തണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ആ വ്യവസായം പോയി, വ്യവസായം വേറൊരു തരത്തിലുള്ള വ്യവസായമായി മാറി. അങ്ങനെയാണ് സൈബർ പാർക്കുകളും മറ്റ് പാർക്കുകളൊക്കെ കേരളത്തിലും. അതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും നല്ല പങ്ക് വഹിച്ചത് മുസ്ലിം ലീഗ് പാർട്ടി ഉൾപ്പെടുന്ന UDF ആണ്. ഞങ്ങളെ കോൺട്രിബ്യൂഷനുണ്ട്, മറ്റുള്ളവരുടെ ഉണ്ട്, വേറെ ആരും സഹായിച്ചിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും അതിൻ്റെ ഇനീഷ്യേറ്റീവ് നമ്മളെടുത്തത്. അപ്പോൾ വ്യാവസായികമായി പുതിയൊരു ടേൺ കേരളത്തിന് കൊടുത്തതും അത് വികസിപ്പിച്ചു കൊണ്ടുവരുന്നതും ചെയ്തതും ആദ്യഘട്ടത്തിൽ ലീഗാണ്. കാരണം അപ്പോൾ ലീഗ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവരെ ദേ ആർ ബൗണ്ട് ടു ഡു ദാറ്റ്. അത് ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടി ഞങ്ങളിട്ട പാത മുന്നോട്ട് കൊണ്ടുപോകാൻ ദേ ആർ ബൗണ്ട് ടു ഡു ദാറ്റ്. അതിനപ്പുറം ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഒരു ഭാഗത്ത് ലീഗ് ഒരു ഭരണത്തിലേക്ക് എത്താൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം വലിയ ക്യാമ്പുകളും പ്രവർത്തക സമിതിയും ഒക്കെ ചേർന്ന് ലീഗിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ക്ലിയർ ചെയ്യുകയാണ്.
മറുഭാഗത്ത് കോൺഗ്രസ്സിന് ഇതിനെ നയിക്കുന്ന, ഈ സംവിധാനത്തെ നയിക്കുന്ന കോൺഗ്രസ്സിനകത്ത് ഈ ഒരു അഭിപ്രായ ഐക്യം വരാതിരിക്കുന്നതൊക്കെ മുന്നണിയെ വല്ലാതെ നിങ്ങളെ ലീഗിനെ പേടിപ്പിക്കുന്നുണ്ടോ? അത് മറുഭാഗം തന്നെ പറയാനേ പാടില്ല. ഏത് മറുഭാഗം? അത് ഞങ്ങളുടെ ഭാഗം തന്നെയാണ്, അപ്പുറമല്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി പ്യുവർലി എ ഡെമോക്രാറ്റിക് പാർട്ടി. വേറെ ഇത് നിങ്ങൾ കോൺഗ്രസിനെ മനസ്സിൽ കരുതിക്കൊണ്ട് ആലോചിക്കും. ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും ഒരേ പാർട്ടിയുടെ ആളുകൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മത്സരിക്കുകയും പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്യുകയും അതിൽ കൂടുതൽ വോട്ട് കിട്ടിയ ആളെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പാർട്ടിക്കകത്തൊരു മത്സരം, വോട്ടെടുപ്പ് നടത്തിയിട്ട് ഇല്ലേ? അമേരിക്കയിൽ പോലും അങ്ങനെയല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. എന്നിട്ട് അവിടെ വല്ല ഭവിഷ്യത്തും വരുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗാണ്. മഹാത്മാഗാന്ധിയൊക്കെ വളരെ ഡെമോക്രാറ്റിക് ആയിരുന്ന ഒരാൾ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പട്ടാഭി സീതാരാമയ്യനെ പ്രസിഡൻ്റാക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞില്ലേ? അതേമാതിരി 52 വരെ ആണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 47 മുതൽ 52 വരെയുള്ള കാലത്ത് ഇടക്കാല ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അതിനകത്ത് ശ്യാമപ്രസാദ് മുഖർജി, ഡോക്ടർ അംബേദ്കർ, ഷൺമുഖം ചെട്ടി ഫ്രം തമിഴ്നാട് അവരെ മന്ത്രിമാരാക്കണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടില്ല നെഹ്റുവിനോട്. അപ്പോൾ ഗാന്ധിജി നെഹ്റുവിനോട് എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യം കിട്ടിയത് കോൺഗ്രസിനല്ല, ഇന്ത്യക്കാണ്, അതുകൊണ്ട് ഇവരെ കൂടി ഉൾപ്പെടുത്തണം എന്നാണ്. കാരണം ടോട്ടൽ ഇന്ത്യക്കാരെ ഉൾക്കൊള്ളാൻ വേണ്ടി ആ ഇൻക്ലൂസീവ്നെസ് ആണത്. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പം കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാവില്ല. അതൊക്കെ പൂർണ്ണ ജനാധിപത്യവും ഉദാരവൽക്കരണവും ഒക്കെ ജനങ്ങൾക്ക് മടുക്കുമല്ലോ. ഇതിലൊരു ഐക്യമില്ലാതെ ആരാണ് നേതാവ്, എന്താണ് ഒരു ഒരുമിച്ചൊരു അഭിപ്രായമില്ല എന്നൊക്കെ ജനങ്ങൾക്കിടയിലൊരു ഈ പറയുന്ന ജനാധിപത്യം ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുമോ? ഇതിനൊരു കൂട്ടായ നേതൃത്വമാണുള്ളത്. ആ കൂട്ടായ നേതൃത്വമുള്ളത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് ഒരുമിച്ച് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിന് അതിന് എത്രത്തോളം വെറിയുണ്ടോ അത് സെറ്റിൽ ചെയ്യണം, എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് കൂടുതൽ ആഗ്രഹമുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് ആ കാര്യം മുസ്ലിം ലീഗിൻ്റെ പാർട്ടി സംസ്ഥാന നേതൃത്വം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി അത് ഏറ്റെടുത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ആഗ്രഹപ്രകാരം അത് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ജനം UDFനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി UDF ജയിക്കണം എന്ന് തീരുമാനിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ആ തീരുമാനത്തിലേക്കാണ് എത്തേണ്ടത്. ആഗ്രഹം ഉണ്ടാവണം. അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനൊരു തടസ്സവും കാണുന്നില്ല. UDF തന്നെ ജയിക്കും. ഈ ഇപ്പോൾ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നു. അതെല്ലാം മാറി. ഇറ്റ്സ് വെരി സിമ്പിൾ. അത് നിങ്ങളൊക്കെ തന്നെ മാറ്റി ഒക്കെ പറയേണ്ടി വരും. എല്ലാം ഒരുമിച്ച് നിൽക്കും. ഇവരിങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പേടിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഭയം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ അതൊക്കെ ഒന്ന് തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ബട്ട് ദേ ഹാവ് നോ വോയിസ്. അതാണ് ഖാദർ സാഹിബിൻ്റെ വ്യക്തിപരമായ കുറച്ച് കാര്യം. വ്യക്തിപരം എന്ന് പറയുന്നത് താങ്കളൊരു ഇടതുപക്ഷ ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് ലീഗിലേക്ക് വരികയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ കുറച്ചൊരു പുരോഗമനപരമായി സംസാരിക്കുകയും മതേതരത്വത്തെ കുറച്ചുകൂടി മൂല്യാധിഷ്ഠിതമായി കാണുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ്. എങ്ങനെയാണ് ഈ ഒരു ഇടതുപക്ഷത്തിൽ നിന്ന് ലീഗിലേക്ക് എത്തുമ്പോൾ ചിന്താധാരയിലൊക്കെ മാറ്റത്തെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞത്? അല്ല, ഞാൻ ബേസിക്കലി മുസ്ലിം ലീഗിലേക്ക് വന്നത് ഒരുപാട് വർഷങ്ങളായി. ഇപ്പോൾ 1987 വന്നതാണ്, ഒരുപാട് വർഷങ്ങളായി. അത് ഒന്നാമത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ ജോലി അവിടുത്തെ മനുഷ്യരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കലാണ്. ഞാനൊരു മുസൽമാനാണ് ബേസിക്കലി. അപ്പോൾ അവിടെയുള്ള ജനങ്ങളിൽ ഭൂരിപക്ഷവും അവരെയാണ് ഞാൻ കൊണ്ടുവരേണ്ടത്. പക്ഷേ CPI എടുക്കുന്ന, അല്ലെങ്കിൽ CPI ആണ് പൊതുവേ ഇടതുപക്ഷം അന്ന് സ്വീകരിക്കുന്ന, അന്നും ഇന്നും എടുക്കുന്ന നിലപാട്, അദ്ദേഹം പറഞ്ഞത് പുതിയ കാര്യമല്ല, അന്നും ഇന്നും എടുക്കുന്ന നിലപാട് മതന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമല്ല. അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ എനിക്ക് പിന്നെ അതിനകത്ത് നിൽക്കകളില്ല. കാരണം ഞാനത് നിന്നാൽ ഞാൻ ആരെയാണോ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ആ ആളുകളെ ആട്ടി ഓടിക്കുന്ന പോളിസി പാർട്ടി കമ്മിറ്റികൾ സ്വീകരിച്ച് എനിക്കതിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1987 അതിനൊരു ക്രൂഷ്യൽ സമയമായത്. 1986 YV ചന്ദ്രചൂഡിൻ്റെ നിയമം വന്നു, വിധി വന്നു മറ്റേ കേസിൽ. ആ കേസിൽ വിധി വന്നപ്പോൾ ഈ ശരീഅത്ത് കേസിൻ്റെ വിധി വേറെ, അതിന് അപ്പീലും കാര്യങ്ങളൊക്കെ വേറെ, അങ്ങനെ പോയിക്കോളും. അപ്പോൾ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞൊരു സാധനം പുറത്തേക്ക് എടുത്തിട്ട് അതിനെതിരായി ജാഥകളും പ്രചരണങ്ങളും ഒക്കെ നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അത് ചെയ്യാൻ മുൻകൈ എടുക്കേണ്ടത് ഞാനായി വന്നപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് ശരിക്കും.
ഞാൻ അന്നും ഇന്നും സി പി ഐക്കാരോടൊന്നും അവർക്ക് തെറ്റുണ്ടായിട്ടില്ല, അവരാരും എന്നെ കൊല്ലാനും വന്നിട്ടില്ല, ഞങ്ങൾ തമ്മിലൊരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. കാരണം പൊളിറ്റിക്കലി ഐഡിയോളജിക്കലി ആയിട്ടുള്ളൊരു ചേഞ്ചാണ് എൻ്റെ, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. CPM മാതിരിയല്ലല്ലോ. ഈ ചിന്താഗതിയിലെ ആ ഒരു ലിബറലായിട്ടുള്ള ചിന്തകൾ അതിന് ഇടതുപക്ഷം. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെ ആയത് സാംസ്കാരിക രംഗത്തും കൂടുതൽ വായിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയാണ്. എനിക്ക് വായിക്കാൻ വലിയ ഇഷ്ടമാണ്, ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. ഞാൻ ഹിന്ദു മതത്തെക്കുറിച്ച് പഠിക്കും, ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കും, ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിക്കും. ബൈബിളൊക്കെ ഞാൻ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ബൈബിൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട്. സ്കൂളിൻ്റെ അടുത്ത് അവരുടെ ഒരു വായനശാല ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മത്തായി എഴുതിയ സുവിശേഷവും മാർക്കോസ് എഴുതിയതും എല്ലാ സുവിശേഷങ്ങളും വായിക്കാൻ തരും, അതിൻ്റെ പരീക്ഷ എഴുതും. അതുപോലെ എന്താണ് ഹൈന്ദവ സമുദായം എന്നുള്ള ഹൈന്ദവത എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്വമേധയാ പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ പഞ്ചാബിൽ പോവുകയാണെങ്കിൽ അങ്ങനെ വാഗാ ബോർഡറിലും അവിടെയൊക്കെ പോയിരുന്ന അമൃത്സർ പോയിരുന്നത് സിഖുകാരുടെയൊക്കെ കൊണ്ടുവന്നു. ബോധഗയയിൽ അവിടെ പോയപ്പോൾ ബീഹാർ ബുദ്ധമതക്കാരുടെ വന്നു. പിന്നെ കുറേ പുസ്തകങ്ങളൊക്കെ എപ്പോഴും അവൈലബിൾ ആണല്ലോ എല്ലാ മതസ്ഥരുടെയും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടും പിന്നെ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടും മനസ്സിലാക്കിയിട്ടും എനിക്ക് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വേണമെന്നുള്ളതാണ്. മതങ്ങൾ ഒരു കുഴപ്പമുണ്ടാക്കുന്നവരെല്ലാം ബേസിക് ആയിട്ടുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ എല്ലാ സാരാംശത്തിൽ പൊതുവായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതാണ് ശ്രീനാരായണ ഗുരു പല മതസാരവും ഏകമെന്നു പാരാത് ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നണമെന്നാണ് ഗുരുവും പറഞ്ഞത്. പല മതസാരവും എന്നാണ്, പല മതങ്ങളും ഒന്നാണെന്നല്ല, സാരാംശത്തിൽ ഒന്നാണെന്ന്. അപ്പോൾ ഇങ്ങനെ അതൊക്കെ എന്നെ എനിക്ക് അട്രാക്റ്റീവാണ്. ഞാൻ പിന്നെ ഈ നാടകങ്ങളിലും കലാപരിപാടികളിലൊക്കെ ഉണ്ടായിരുന്നു. പ്രബന്ധ മത്സരം, പ്രസംഗ മത്സരം, അതൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പുള്ളതാണ്. ആകാശവാണിയിലെ പല പരിപാടികളിൽ, ബാലലോകം പരിപാടിയിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നു. ഈ പുതിയ തലമുറയിലെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇത്തരത്തിൽ വായനയോടും ഇത്തരത്തിലുള്ള ഒരു ലിബറൽ വായന ഉണ്ട്. പുതിയ തലമുറയിൽപ്പെട്ടവർക്കും വായനയുണ്ട് നല്ലൊരു ശതമാനത്തിൽ. പണ്ടും വായന ഒരു ചെറിയ പെർസെൻറ്റേജിന് ഉണ്ടാവുള്ളൂ. ആ ഒരു ശതമാനം അനുസരിച്ച് പിന്നെ എത്ര പുസ്തകങ്ങളാണ് പുതുതായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. നല്ലതോ ചീത്തമൊന്നുമല്ല, കഥ, കവിത, എന്നും പുസ്തക പ്രകാശനമാണ് വ്യാപകമായിട്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും പുസ്തകം എഴുതുകയാണ്, അവാർഡ് വാങ്ങുകയാണ്, പല പുതിയ കാര്യങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് പുറത്തു വരികയാണ്, നമ്മൾ കേട്ടിട്ടില്ലാതെ. അതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആ വായന പുതിയ തലമുറയ്ക്ക് ഇല്ലാതായിട്ടൊന്നുമില്ല. പുതിയ തലമുറയ്ക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവരിപ്പോൾ ദേശീയ പ്രസ്ഥാനം, അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല. പലർക്കും, എല്ലാവർക്കും ഇല്ല എന്നല്ല. സ്വാതന്ത്ര്യ സമരം, മഹാത്മാഗാന്ധി, നെഹ്റു, ഇന്ത്യ, പഴയ ചരിത്രം, ഇങ്ങനെ എന്ന് പറഞ്ഞ, പക്ഷേ അവർക്കൊരു ധാരണ ഇല്ലെങ്കിലും മനുഷ്യവംശത്തിൻ്റെ ചരിത്രം, യുവാൽ നോവ ഹരാരിയുടെ ഹോമോ സാപ്പിയൻസ് വന്നപ്പോൾ, ടോണി ജോസഫിൻ്റെ ആദിമ ഇന്ത്യക്കാർ വന്നപ്പോൾ, അതുപോലെ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒരു ധാരണ പുതിയ വിഭാഗത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ദേ ഹാവ് സ്റ്റഡീഡ് മോർ. അവർ നമ്മളെക്കാളും വലിയൊരു ക്യാൻവാസിൽ പുരോഗമന ചിന്തയും ന്യൂനപക്ഷ രാഷ്ട്രീയവും രണ്ട് ധ്രുവങ്ങളിലാണോ എന്ന് തോന്നിയിട്ടുണ്ട്? അല്ലല്ല. അതെന്ന് വെച്ചാൽ ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ വാട്ട് മീൻ ബൈ ദാറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതെന്നാണ് ആൾ തീരുമാനിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഇപ്പോഴത്തെ ഈ ഇടതുപക്ഷം ശരിക്കും അവരല്ല ഇടതുപക്ഷം, ഞങ്ങളാണ് ഇടതുപക്ഷം. അവർ ഇടതുപക്ഷമല്ല. ഇടതുപക്ഷത്തിൻ്റെ ക്യാരക്ടറൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഒരു കുറ്റം പറയില്ല. നമ്മുടെ ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി അതിൻ്റെ മുമ്പും എപ്പോഴും ഇപ്പോൾ കോഴിക്കോട്ടെ പൗരപ്രമുഖരെ വിളിച്ചു കൂട്ടും. മാർസിൻ്റെ ഏത് പുസ്തകത്തിലാണ് പൗരപ്രമുഖർ എന്ന് പറഞ്ഞൊരു വർഗ്ഗമുള്ളത്? അവിടെ തൊഴിലാളികളെ വിളിച്ചു കൂട്ടുക, കൃഷിക്കാരെ വിളിച്ചു കൂട്ടുക, ഇനി ബുദ്ധിജീവികളെ വിളിച്ചു കൂട്ടുക, വിദ്യാർത്ഥികളെ വിളിച്ചു കൂട്ടുക, യുവാക്കളെ വിളിച്ചു കൂട്ടുക. പക്ഷേ പൗരപ്രമുഖർ എന്ന് പറഞ്ഞൊരു വർഗ്ഗം എന്ന് ജനിച്ചു. എല്ലാ ജില്ലകളിലും പൗരപ്രമുഖരായിട്ട് ബ്രേക്ക്ഫാസ്റ്റും അത് കഴിഞ്ഞൊരു പൊതു പന്തിയിൽ വേറൊരു വിളമ്പലാണ് ഇല്ലേ? അപ്പോൾ അത് ഒരു ചിന്താഗതിയാണ്. മുഖ്യമന്ത്രിയുടെ ഒരു കുഴപ്പമില്ല. ഈ കാലത്ത് അത് ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണണം. പൗരപ്രമുഖർ, അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ തന്നെ PSC മെമ്പർമാർക്ക് അതൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നില്ല. അതിൻ്റെ അപ്പോൾ എന്താണ് ചിന്താഗതിയെക്കുറിച്ചല്ലേ പുരോഗമനം എന്ന് പറയുന്നത്? പൊതുവെ ലിംഗനീതിയെക്കുറിച്ചുള്ള പുരോഗമന കാഴ്ചപ്പാട്, അത് ന്യൂനപക്ഷ കാഴ്ചപ്പാടിന് വളരെ വിഭിന്നമാണ്. ഇപ്പോൾ തന്നെ യൂത്ത് ലീഗൊക്കെ പറയുന്നത് ലിംഗനീതിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ലിംഗസമത്വമല്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ എന്താണ്? ഞാൻ ഈ ലിംഗ വിഷയത്തിൽ എക്സ്പേർട്ടല്ല, അതുകൊണ്ട് പിന്നെ ലിംഗനീതി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ അതായത് ഇസ്ലാമിക് കൺസെപ്റ്റ് അനുസരിച്ച് ദൈവം ഏകനാണ്. എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്, അല്ലെങ്കിൽ അവരിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതോടുകൂടി നീതിയായി.
ദൈവത്തിൻ്റെ നീതി അതാണ്. നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും മഴ വർഷിക്കുകയും അല്ലേ, ദുഷ്ടന്മാരുടെയും മറ്റവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവ് എന്നാണ് അല്ലെങ്കിൽ ബൈബിൾ പറയുന്നത്. അപ്പോൾ ദൈവനീതി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും, നോട്ട് വിമൻ, എല്ലാ മനുഷ്യരും തുല്യരാണ്, തുല്യ അവകാശങ്ങളുള്ളതാണ്. പിന്നെ ഫിസിക്കലായിട്ടുള്ള പ്രത്യേകതകളെ കൊണ്ട് ഓരോരുത്തർ ചിലത് അർഹിക്കുന്നുണ്ട്, ഡിസർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു കൺസെഷൻ നമ്മൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹാർഡായിട്ടുള്ളൊരു വർക്ക് ചിലപ്പോൾ ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും. അങ്ങനെ ഒരു സാങ്കേതികമായ ഇക്വാലിറ്റി അല്ല, ഒരു സഹകരണാത്മകമായ ഇക്വാലിറ്റിയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. സ്ത്രീ പുരുഷ സമത്വമല്ല വേണ്ടത്, നീതിയാണ് വേണ്ടതെന്നാണ് വാദം. നീതിയാണ്, ആ നീതി വേണം. എന്താണ് ഈ സമത്വവും തുല്യതയും നീതിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പിന്നെ ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ആൻഡ് ലിബർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ അർത്ഥം വരുന്ന വാക്കുകളുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം എല്ലാവർക്കും അബ്സല്യൂട്ട് ഫ്രീഡം കൊടുത്താൽ ഇക്വാലിറ്റി വിൽ സഫർ. കുറച്ച് ഇക്വാലിറ്റി കുറയും. ഒന്ന് ആലോചിക്കാൻ മതി. എല്ലാവരും തുല്യരാണെന്ന് കണക്കാക്കിയാൽ കുറച്ച് ഫ്രീഡം നഷ്ടപ്പെടും. ബട്ട് ദർ ഈസ് എ പ്രൊവിഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, യു ക്യാൻ അപ്രോച്ച് ദ ഹയർ അതോറിറ്റി, ലീഗൽ അതോറിറ്റി. കോടതിയെ സമീപിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഈക്വലാണ് എന്നുള്ള ഓർഡർ വാങ്ങി വരാം. ഈക്വൽ നീതി എനിക്കും കിട്ടണം എന്നുള്ളത് ഓർഡർ, ഇറ്റ് വിൽ ബി എസ്റ്റാബ്ലിഷ് ബൈ ദ കോർട്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഫ്രീ അല്ല എന്ന് പറഞ്ഞാൽ കോടതിയിൽ വകുപ്പുണ്ട്, നിങ്ങൾ സ്വതന്ത്രനാക്കി തരാം, ഞാൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങളെ പറഞ്ഞാൽ നിങ്ങളെ വിട്ടു തരണമെന്ന് പറയാൻ കോടതിക്ക് അവകാശമുണ്ട്. അപ്പോൾ ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും സമത്വവും കോടതി വഴി എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഫ്രട്ടേണിറ്റിയോ സാഹോദര്യം കോടതി വഴി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ ഭരണഘടനയിൽ സാഹോദര്യം? അപ്പോൾ ദർ ഈസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി. ആ ഫ്രിക്ഷനെ ഷോക്ക് അബ്സോർബർ വെച്ചിട്ട് നേരാക്കുന്നത് പോലെ അതിനിടയിൽ സാൻഡ്വിച്ച് പോലെ ഫ്രട്ടേണിറ്റി വെച്ചിരിക്കുകയാണ് ഭരണഘടന. ഈ സാഹോദര്യം കൊണ്ട് ഈ സംഘർഷം ഇല്ലാതാവണം. അതാണ് അതിൻ്റെ കാര്യം. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിലും. അപ്പോൾ അതുപോലെയാണ് സംഭവം. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ നമ്മൾ സാധാരണഗതിയിൽ സ്ത്രീകളോടൊരു ഒരു 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 സ്നേഹ മനോഭാവമല്ലേ നമുക്ക് അധികം ഉണ്ടാവുക, ഒരു ബഹുമാനമല്ലേ ഉണ്ടാവുക, ഒരു റെസ്പെക്റ്റല്ലേ ഉണ്ടാവുക. അത്ര വലിയ റെസ്പെക്റ്റ് നമുക്ക് മറ്റൊരു പുരുഷനോട് ഉണ്ടായിക്കൊള്ളു. നമ്മുടെ സഹോദരിയോട് നമുക്കൊരു റെസ്പെക്റ്റും സ്നേഹവും അവളെ ബഹുമാനിക്കാൻ തോന്നുമല്ലോ ആങ്ങളമാർക്ക്. നേരെ വെച്ച് ജ്യേഷ്ഠനായാലും തമ്മിൽ കൂടുന്ന അത്ര വഴക്ക് അവരെ ഒഴിവാക്കാൻ നമ്മൾ നോക്കും. അതൊക്കെ ജന്മസിദ്ധമാണ്. അവസാനമായിട്ട് 2 ചോദ്യങ്ങൾ സംസാരിപ്പിക്കാം. നമുക്ക് വളരെ കടുത്ത റിലീജിയസ് ആയിക്കൊണ്ട് തന്നെ എങ്ങനെ മതേതരമാവാം? കടുത്ത റിലീജിയസ് ആയിക്കൊണ്ട് തന്നെ എങ്ങനെ പ്രോഗ്രസീവ് ആവാം? കടുത്ത റിലീജിയസ് എന്ന് പറഞ്ഞാൽ റിലിജൻ ഇല്ല. റിലീജിയസ് മതത്തിൽ ഉറച്ചു യു ക്യാൻ ബി സ്പിരിച്വൽ. ഒരു സ്പിരിച്വാലിറ്റി കളയരുത്. റിലിജൻ ഒരു ഫ്രെയിം വർക്കാണ്, സ്പിരിച്വാലിറ്റിയാണ് അതിൻ്റെ എസെൻസ്, ആത്മാവ്. ആ സ്പിരിച്വൽ ആയിരിക്കണം നമ്മൾ. ആ സ്പിരിച്വൽ ആയാൽ നമുക്ക് സെക്കുലർ ആവാനേ പറ്റുള്ളൂ. അല്ലാതെ മാറാൻ കഴിയേയില്ല. എല്ലാ മനുഷ്യരെയും നമുക്ക് ഒരുപോലെ കാണാനേ പറ്റുള്ളൂ. എല്ലാ വേദഗ്രന്ഥങ്ങളും അതുതന്നെയാണ് പറയുന്നത്. എല്ലാ മതങ്ങളും അതാണ് പറയുന്നത്. ദൈവം ഏകനാകുന്നു ഇസ്ലാം പറയുന്നു. ഏകം സത്ത് വിപ്ര ബഹുദാ വദന്തി എന്ന് വേദങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ ഏക ഏവ എന്ന് 10 പ്രാവശ്യം പറയുന്നു. രണ്ടില്ലാത്ത വിധം ഒന്നാണ്. ഇനി ബൈബിളിൻ്റെ മാർക്കോസിൻ്റെ 12-ാം അധ്യായത്തിൽ 29, 30, 31 എടുത്താൽ യേശു പറയാണ്, ഗുരുവിനോട് ചോദിച്ചു മുഖ്യ പ്രമാണം ഏതാ ചോദിച്ചപ്പോൾ യേശു പറയാണ്, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. ആ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക. ഇതാണ് പ്രമാണം, മുഖ്യ പ്രമാണം. എല്ലാ ന്യായപ്രമാണങ്ങളും അത് തന്നെയാണെന്ന് യേശു പറഞ്ഞു. മറ്റുള്ളവരുടെയും അത് തന്നെയാണ് യേശു പറഞ്ഞു. ഇങ്ങനെ ബേസിക്കലായിട്ട് വേദഗ്രന്ഥങ്ങൾ തമ്മിൽ ഫൈറ്റില്ല. ഒക്കെ കാലാനുസൃതമാണ്. വന്ന കാലത്തെ ഭാഷയും വന്ന കാലത്തെ സംസ്കാരം കുറച്ച് കലർന്നിട്ടുണ്ടാവും. ഖുർആനിലെ അറബി കുറച്ച് കലർന്നിട്ടുണ്ടാവും, അറേബ്യക്കാരുടേത് കുറച്ച് കലർന്നിട്ടുണ്ടാവും, ഹിന്ദുവിൻ്റെ ഇവിടുത്തെ ആകുമ്പോൾ ഇവിടുത്തെ കുറച്ച് കലർന്നിട്ടുണ്ടാവും, ക്രിസ്ത്യാനിറ്റിക്ക് ഫലസ്തീൻ ആ ഭാഗത്തൊക്കെ ഉള്ള അല്ലെങ്കിൽ വെസ്റ്റ് ബത്ലഹേം അവിടെയുള്ള കുറച്ച് കലർന്നുണ്ടാവും, അറേബ്യ ഹീബ്രു ഭാഷ ഉണ്ടാവും, ഇവിടെ സംസ്കൃതം ഉണ്ടാവും അല്ലേ. എന്നുകൊണ്ട് അതൊരു ഡിഫറൻസ് അല്ല. അപ്പോൾ നമുക്ക് സെക്കുലർ ആകാനേ പറ്റുള്ളൂ. ഞാൻ മുസ്ലിമായി എന്നുള്ള ഒറ്റ കാരണത്താൽ രഞ്ജിത്തിന്
ഹിന്ദു ആണോ അല്ലെങ്കിൽ വേറൊരു മതസ്ഥനാണെന്നുള്ളതുകൊണ്ട് ഒരു തരത്തിലും വെറുക്കാൻ ഒരു പഴുതും ഇസ്ലാമിനില്ല. ദർ ഇസ് നോ പൊളിറ്റിക്കലാണ് ഈ ഭീകരതയും ഈ കടുത്ത റിലീജിയസ് എന്ന് പറയുന്നത്. അത് റിലിജൻ പൊളിറ്റിക്സ് ആകുമ്പോഴാണ് ആ കടുത്ത വരുന്നത്. ആ കടുത്ത മതത്തിലുള്ളതല്ല. കടുത്ത എന്നുള്ള പ്രയോഗം മതപ്രയോഗമല്ല, രാഷ്ട്രീയ പ്രയോഗമാണ്. അതേസമയം റിലീജിയസ് ആയിക്കൊണ്ട് തന്നെ പ്രോഗ്രസീവ് ആയും നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. എല്ലാ ടെക്നോളജിയും ഇസ്ലാം അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും എല്ലാ അറേബ്യൻ മിഡിൽ ഈസ്റ്റിലുമാരിലുള്ള ടെക്നോളജി ഇപ്പോൾ എവിടെ കാണുന്നു? ചൈന ഉണ്ട്, ഇല്ല എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ടെക്നോളജിയൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ടല്ലോ. ഓൾ ദ ടെക്നോളജി, എല്ലാ മാറ്റങ്ങളും വരുന്നുണ്ടല്ലോ. പിന്നെ ഇതിനൊക്കെ ഒരു എസൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന എന്തിനാണോ കൽപ്പിച്ചിട്ട് നമ്മൾ അതുപോലെ ആവുകയാണ്. അതിപ്പോൾ നമ്മൾ വിശദീകരിക്കുന്നതിൽ കാര്യമില്ല, അത് നമ്മുടെ ശ്രോതാക്കൾക്ക് താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അതിന് അങ്ങനെ വെറുക്കാൻ സാധ്യമല്ല, സ്നേഹിക്കാനേ പറ്റുള്ളൂ. വെറുക്കുന്നുണ്ടെങ്കിൽ അവൻ ഇസ്ലാം അല്ല. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചാൽ മുന്നോട്ട് പോകേണ്ട ഒരു താങ്കൾക്ക് സമയമില്ല. അതുകൊണ്ട് ഇത്രയും സമയം അനുഭവിച്ചതിന് നന്ദി. താങ്ക് യു.